ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അനന്തപുരിയിലാണ് കാണിക്കുന്നത്. രാത്രി സമയമാണ്. അപ്പോൾ നന്ദു ഗാർഡന്റെ പുറത്തിങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കാട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് അനി അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദു, നീ എന്താ ഇവിടെ വന്നിക്കുന്നേ? ഏയ് ഒന്നുമില്ല അനി, ഞാൻ വെറുതെ ഇവിടേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെ നോക്കി നിൽക്കാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. എന്താ നന്ദു, നിന്റെ സംസാരത്തിൽ ഒരു പതറിച്ച പോലെ? ഏയ് അനിക്ക് വെറുതെ തോന്നുന്നതാ. ശരി, നീ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ വന്നോളാം അനി, അനി പോയി കഴിച്ചോ. ഇതാ ഞാൻ ചോദിച്ചത്, നന്ദുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. എടോ, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറ. അനി, എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല. ശരി. അല്ല, നിന്റെ കൂട്ടുകാരൊന്നും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അവരൊക്കെ നല്ല കൂട്ടുകാരാണ് കേട്ടോ. കല്യാണമായെന്ന് കരുതി അവർക്ക് എന്തിനാ ഇങ്ങനെ അകൽച്ച വലിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല അനി, നിനക്ക് തോന്നുന്നതാ. അവരെപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ അനി വളരെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ള ഫ്രീഡവും നഷ്ടപ്പെട്ടെന്ന് വരും. നന്ദുവിന് അനാമികയെ ശരിക്കും അറിയാലോ. അവളുടെ സ്വഭാവം വെച്ച് നോക്കിയിട്ട് ഇപ്പോഴുള്ള ഫ്രീഡം ഒന്നും കല്യാണം കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കല്യാണത്തോടെ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇഷ്ടമില്ല. പക്ഷെ ഞാൻ അതിന് ഇഷ്ടമില്ലാതെ ഇഷ്ടപ്പെട്ട് വരിക. അങ്ങനെയല്ലേ പറ്റൂ നന്ദു. എന്ന് കരുതി ഇപ്പൊ ഞാൻ നന്ദുവിന് പഴയ കണ്ണുകൊണ്ട് കാണുന്നില്ല കേട്ടോ. എന്ന് കരുതി നന്ദു എന്നോട് ഒരിക്കലും അകലം പാലിക്കരുത് കേട്ടോ. അതെനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. നന്ദു എന്റെ നല്ല ഫ്രണ്ടാ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നന്ദുവിന്റെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണുനീര് അനിയുടെ കയ്യിലേക്ക് പതിയെ ഉറ്റാണ്. അപ്പൊ തന്നെ അനി ചോദിക്കുന്നുണ്ട്, നന്ദു എടോ, താൻ കരയുന്നോ? ഏയ്, ഞാൻ കരഞ്ഞതല്ല, എനിക്ക് സന്തോഷത്തിന്റെ കണ്ണീരാ. ദേ നന്ദു, ഞാൻ നിന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അതെന്നോട് തുറന്നു പറയാൻ പറഞ്ഞു. അല്ലെങ്കിലും ഞാൻ നിന്നെ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിന്റെ അടുത്തേക്ക് എന്ത് പറയാൻ വന്നാലും നിന്റെ കണ്ണ് നിറയുന്നത്. നിന്റെ ഈ മൗനം എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നന്ദുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നോടെങ്കിലും നീ തുറന്നു പറ. എന്റെ മനസ്സിലുള്ള വിഷമം നീ മനസ്സിലാക്കിയതല്ലേ, അത് ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞും ചെയ്തു. പക്ഷേ നന്ദുവിന്റെ മനസ്സിൽ എന്താന്നുള്ളത് എന്നോട് മാത്രം പറയുന്നില്ല. അതിനർത്ഥം എന്നെ പഴയ പോലെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുന്നില്ലെന്നല്ലേ? ശരി, പോട്ടെ, അതൊക്കെ നമുക്ക് വിടാം. നിനക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് പുറത്തു പോവാം. നിനക്കെന്തോ വിഷമമുണ്ടെന്നുള്ളത് സത്യം. അത് എന്നോട് പറഞ്ഞില്ലെങ്കിലും നമുക്കൊന്ന് പുറത്തു പോയി റിലാക്സ് ചെയ്ത് വരാം. വരുന്ന വഴിക്ക് ഫുഡും കഴിക്കാം. അനി, ദേ, ഈ കാര്യത്തിൽ ഒന്നും പറയരുത്. നീ എന്റെ കൂടെ വന്നേ പറ്റൂ. നിനക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നുമില്ലല്ലോ. തൽക്കാലം ഇത് തന്നെ മതി. നൈറ്റ് ഡ്രൈവ് അല്ലേ, കുഴപ്പമൊന്നുമില്ല. അതെ, ഞാൻ ബൈക്ക് എടുക്കാം, അതാ നല്ലത്. ഇതൊന്നും കേട്ടപ്പോൾ നന്ദുവിനൊന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ. നന്ദു ഇങ്ങനെ മനസ്സിൽ കരുതാണ്, ഇനിയിപ്പോ അനിയുടെ കല്യാണമല്ലേ, ഇതുപോലൊന്നും പുറത്തു പോകാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. രാത്രിയാകുമ്പോൾ അനാമിക കാണുമൊന്നുമില്ലല്ലോ. എന്തായാലും അവർ രണ്ടുപേരും നല്ലൊരു നൈറ്റ് ഡ്രൈവ് പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ അടിപൊളി ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ്. അപ്പോൾ ആ എപ്പിസോഡിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.